കണ്ണൂർ ഭാഷ വരുന്നില്ല അല്ലേ? കണ്ണൂര് നമ്മൾ കണ്ണൂര് നിക്കുന്നില്ലല്ലോ. പക്ഷെ കണ്ണൂർ ഇപ്പൊ ഞാൻ കണ്ണൂർ ഭാഷ തന്നെയാ. അച്ഛനും അമ്മേനൊക്കെ വിളിക്കുമ്പോ കണ്ണൂർ ഭാഷ കയറി വരും. ഒന്ന് കുറച്ച് കണ്ണൂരിലൊന്ന് പറഞ്ഞ. കണ്ണൂർ ഭാഷ കണ്ണൂർക്കാരോട് പറയുമ്പോ എപ്പൊ ഇപ്പൊ കൊച്ചിയിൽ എപ്പോ വന്നിന് അല്ലേ? കൊച്ചിയിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ ഒരാഴ്ചയായി. ഇല്ലട്ടാ, ഞാൻ പറഞ്ഞു പക്ഷെ പറയുന്നില്ല കേട്ടാ. എല്ലാം കിട്ടുന്നില്ല. അവിടെ പോയാൽ കിട്ടും, ആടെ പോയാൽ കിട്ടും, ആടെ പോയാൽ കിട്ടും. അവിടെ പോയാൽ നമ്മള് പിന്നെ ഫുള്ള് കണ്ണൂർ ഭാഷ. പിന്നെ തെയ്യലും അടുത്തുണ്ടാകുമ്പോൾ. പിന്നെ ഞാൻ പറശ്ശിനിക്കടവിൽ സ്ഥിരം പോകുന്ന ഒരാളാണ്. അത് വേറെ കാര്യം. തെയ്യം നമ്മളെ ഏരിയയിൽ ഇപ്പം തുടങ്ങുമല്ലോ, സമയമായല്ലോ ഏകദേശം ഫെബ്രുവരി മാർച്ച്. പിന്നെ അച്ഛന് ഒരു ആഗ്രഹമില്ല, അച്ഛന്റെ ഫാദേഴ്സ് ഡേ ഒക്കെ അച്ഛനൊരു ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, ഒരു ബിരിയാണി വാങ്ങി തന്നാ മതി. അച്ഛന്റെ സ്ഥിരം പരിപാടി എന്തറിയോ? പൊറോട്ടയും ചിക്കൻ കറിയും. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 4:30 മണിയാകുമ്പോൾ എൻ്റെ ഫോണിൽ കോൾ വരും. ഞാൻ പറയാം പൊറോട്ടയും ചിക്കൻ കറി അല്ലേ? അപ്പൊ പൊറോട്ടയും ചിക്കൻ ഫേവറേറ്റ് സംഭവമാണ്. അത് ഇരുന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നാണ്. പിന്നെ അച്ഛൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ പണ്ടത്തെ കാലമൊക്കെ പറയുന്നത് അവര് ഭയങ്കര ഇതിപ്പോ അവര് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു ലൈഫായിരിക്കും. ഇപ്പൊ മോനിങ്ങനെ സൂരജ് ഇങ്ങനെ വളർന്നിതായപ്പോ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് അതൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഞാൻ കണ്ടറിഞ്ഞത് തന്നെയല്ലേ. എൻ്റെ സിസ്റ്റർ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവളെ എല്ലാ ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് MA ആയിക്കോട്ടെ എല്ലാം ഫസ്റ്റ് ക്ലാസ്സോട് പാസ് ഒരാളാണ്. പ്രതീക്ഷയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം എല്ലാവരും പറഞ്ഞ തന്നെ ഏതെങ്കിലും ചായക്കടയിൽ ക്ലാസ് കഴിവുന്നുള്ള പ്രതീക്ഷ കൂടിയിട്ടാണ് എൻ്റെ അച്ഛനമ്മയൊക്കെ വിചാരിച്ചത് സത്യത്തിൽ. പക്ഷേ എന്നിലൂടെയാണ് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും അറിയപ്പെടുന്നത്.